സാർ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി വന്നത്, 2014 ആൻഡ് 2019. അതെ. 2014 ചെറിയ മാർജിൻ, ഒരു 2% ഡിഫറൻസ്. അതേസമയം 2019 ഒരു 10% ഡിഫറൻസ് വന്നിട്ടുണ്ട്. സ്റ്റിൽ ഏറ്റവും പ്രതീക്ഷ ബി ജെ പിക്കുള്ള മണ്ഡലമാണ്. അവിടെ ഒരു സ്ട്രോങ് ആയ കാൻഡിഡേറ്റിനെയാണ് ബി ജെ പി ഫീൽഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് സാർ ഈ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അറിയേണ്ടത് എന്താണ് സാറിൻ്റെ ഒരു ഫീലിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ? ആദ്യം എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരം മാത്രമേ ഒരു സ്ട്രോങ് സീറ്റ് ആയിട്ട് ബി ജെ പിക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന്. എൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വലിയൊരു ആനലിസ്റ്റ് ഒന്നുമല്ല. എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത് തൃശ്ശൂരിൽ അങ്ങനെ ഒരു സ്ട്രോങ് പ്രസൻസ് ഉണ്ട്, ഒരു നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. അങ്ങനെ പാലക്കാടിലുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം മാത്രമല്ല ഈ ഫിനോമിനൻ കാണിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് 2014 and 2019 അത് ശരിയാണ്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് തിരുവനന്തപുരത്ത് ആണ് ബെസ്റ്റ് ഇതുവരെ. 14-19 നോക്കുമ്പോൾ ഞാൻ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വന്നത് 4-ാം തീയതി വൈകുന്നേരമായിരുന്നു വന്നത്. ബട്ട് ഇനി ഞാൻ ഒരു January 24 ഞാൻ ആദ്യം ഇതിനെപ്പറ്റി വിചാരിച്ചിട്ട് എൻ്റെ പ്രധാനമന്ത്രി എന്നോട് ചോദിച്ചു ഏത് സീറ്റിലാണ് ലോക്സഭയിൽ മത്സരിക്കാൻ താല്പര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞു, ബിക്കോസ് അന്ന് ഈ മാതൃഭൂമിയിലും മനോരമയിലും കുറെ ആർട്ടിക്കിൾസ് എല്ലാം വന്നിരുന്നല്ലോ, നിർമ്മലാജി വരുന്നുണ്ട്, ജയശങ്കർ, പിന്നെ പ്രൈം മിനിസ്റ്ററും പേരും വന്നു. അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ ഒരു ബ്രേവ് ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നമ്മുടെ കേരള നാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജാനുവരിയിൽ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഫെബ്രുവരി എൻഡ് എന്നോട് പറഞ്ഞു അതിനെ ഒന്ന് പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ മെൻ്റലി. എന്നിട്ട് 3-ാം തീയതി അദ്ദേഹം പറഞ്ഞു, ഒഫീഷ്യലി പാർട്ടി പറഞ്ഞു. എന്നിട്ട് 4-ാം തീയതി വൈകുന്നേരം ഞാൻ ഇവിടെ എത്തി. ഈ കഴിഞ്ഞ 28-27 ദിവസത്തിൽ ഞാൻ ഒരു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസി എത്രയോ ജനങ്ങളെ മീറ്റ് ചെയ്ത്, ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ജനങ്ങളെ മീറ്റ് ചെയ്ത് എനിക്ക് കേൾക്കാൻ കിട്ടിയത് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ 5-10-15 കൊല്ലമായിട്ട് ഈ ഒന്നും പരിഹാരം ആരും ഉണ്ടാക്കാത്ത, ആരും ഒന്നും നോക്കാത്ത പ്രശ്നങ്ങളും വിഷമങ്ങളും ജനങ്ങൾ ഇങ്ങനെ അതിൻ്റെ വേദന സഹിക്കുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഒരു 5-6 ദിവസം മുമ്പേ ഇത് പബ്ലിക്ലി പറഞ്ഞതാണ് ഒരു പ്രസ് കോൺഫറൻസിൽ. ഞാൻ വന്നത് ഒരു മത്സരമാണ് കരുതിയിട്ടാണ് വന്നത്. ബട്ട് ഇത് എനിക്കൊരു തിരുവനന്തപുരത്തിന് മാറ്റണം, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം, തിരുവനന്തപുരം മാറ്റം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫീലിംഗ്, എൻ്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണ്. ഞാൻ കുറച്ചൊരു ഇൻറ്റൻസ് ആളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കേൾക്കുന്നതും കാണുന്നതും ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. അവർക്ക് ഇതുവരെ ഒരു ക്രെഡിബിൾ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്രെഡിബിൾ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാൻഡിഡേച്ചർ അതായിട്ടാണ് ഓഫർ ചെയ്യുന്നത്. എനിക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ കഴിവുണ്ട്, താല്പര്യമുണ്ട്. എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ ആണ്. അതുകൊണ്ട് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇൻ സമ്മറി, ഇന്ത്യ